ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ അധികരിച്ച് ഹെസക്കിയ എന്ന് പറയുന്ന ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ച ഒരു വിശുദ്ധനായ രാജാവ്, അവനെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും സംക്ഷിപ്തമായിട്ട് ബൈബിളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹെസക്കിയ രാജാവ് ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു. അവൻ കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. അവൻ കർത്താവിനോട് ഒട്ടിനിന്നു. അവൻ മോശ വഴി അത് കർത്താവിനെ അനുഗമിച്ചു. നമ്മൾ ഈ കർത്താവിനെ അനുഗമിച്ചു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഈ 3 സുഹൃതങ്ങൾ അല്ലെങ്കിൽ പുണ്യങ്ങൾ, കൃപകൾ നമ്മിലുണ്ടെങ്കിലേ ഈ അനുഗമിക്കൽ ശരിയാവുള്ളൂ. മാർപ്പാപ്പ തുടങ്ങി മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികളടക്കമുള്ള എല്ലാ ക്രൈസ്തവരും, എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിൻ്റെ അനുയായികളാകണമെങ്കിൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകണമെങ്കിൽ, വിജയകരമായി ആ അനുഗമിക്കൽ പൂർത്തിയാക്കാൻ പറ്റുന്നവരാകണമെങ്കിൽ വിശ്വാസത്തിലും വിശ്വസ്തതയിലും കർത്താവിനോട് ഒട്ടുനിൽക്കുന്ന കാര്യത്തിലും അവർക്ക് വളരെ വലിയൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ അനുഗമിക്കൽ പൂർണ്ണമാകും. അങ്ങനെ അല്ലാതെ കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. കർത്താവിനെ അനുഗമിക്കുന്നവരുടെ കൂടെ ഇങ്ങനെ മുന്നേറുന്നവരുണ്ട്. പക്ഷേ ആദ്യത്തെ ഈ 3 സുഹൃതങ്ങളുടെയും അഭാവത്തിൽ അവർ കർത്താവിനെ അല്ല അനുഗമിക്കുന്നത്. യൂദാസ് യേശുവിൻ്റെ കൂടെ നടന്നു, യേശുവിൻ്റെ കൂടെ ജീവിച്ചു, യേശുവിൻ്റെ കൂടെ ഭക്ഷിച്ചു. അവർ ഒരേ സ്ഥലത്ത് ഉറങ്ങി. 12 അപ്പസ്തോലന്മാരും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ പറയുന്ന 3 കാര്യങ്ങളിൽ യൂദാസിന് അബദ്ധം പറ്റി. അതുകൊണ്ടാണ് യൂദാസിൻ്റെ ജീവിതം ഒരു ദുരന്തമായി മാറിയത്. യേശുവിനുള്ള വിശ്വാസമോ യേശുവിനോടുള്ള വിശ്വസ്തതയോ അതുപോലെ തന്നെ യേശുവിനോട് ഒട്ടുനിൽക്കാൻ ഉള്ള ആ ഒരു വിളിയോടുള്ള വിശ്വസ്തതയൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ അവൻ അധപതിച്ചു പോയി, അവൻ വീണുപോയി, അവന് വിജയിക്കാൻ പറ്റിയില്ല. അതാണ് അവൻ്റെ ജീവിതം ഒരു മുഴം കയറിൽ അവൻ അവസാനിപ്പിച്ചത്. കാരണം അതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോവുക, മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനകളെ ഹെസക്കിയ രാജാവ് അനുസരിച്ചു. മോശ വഴി ദൈവം നൽകിയ കൽപ്പനകളാണ് അവൻ അനുസരിച്ചത്. എനിക്ക് നേരിട്ട് ദൈവം തരുന്നത് ഞാൻ അനുസരിക്കും, അങ്ങനെ ഞാൻ ജീവിക്കുമെന്നല്ല ഹെസക്കിയ പറഞ്ഞത്. പൂർവീക പിതാവായ മോശ വഴി അവരെ വഴി നടത്തിയ മോശ എന്ന മഹാപ്രവാചകൻ വഴി ദൈവം വെളിപ്പെടുത്തിയ ദൈവിക വെളിപാടുകളെ, കൽപ്പനകളെ അവൻ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു. അതിൻ്റെ അനന്തര ഫലങ്ങൾ പറയുകയാണ്. അതിനാൽ കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നാം കർത്താവിനോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടാകണം. അതുണ്ടോ? ഞാൻ കർത്താവിനോട് കൂടെ ആണ് എന്നെനിക്ക് പറയാൻ പറ്റുമെങ്കിൽ മാത്രമേ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടാവുള്ളൂ. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ ഞാൻ കർത്താവിനോട് കൂടെ ഉണ്ടാകണം, കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം, കർത്താവിനോട് വിശ്വാസം പുലർത്തണം, കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിനെ അനുസരിക്കണം, കർത്താവിൽ വിശ്വസിക്കണം. അങ്ങനെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉദ്യമങ്ങളെ എല്ലാം കർത്താവ് വിജയിപ്പിക്കും എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പെട്ടെന്നൊരു സംഭവം ഓർത്തുപോയി. ഒരാൾ വലിയ സാമ്പത്തിക ദുരിതത്തിലും വലിയ കടബാധ്യതയിലും 6 പെൺമക്കളും 3 ആൺമക്കളുള്ള കുടുംബം, 3 ആൺമക്കളും വൈദികരായി. പെൺമക്കളിൽ ഒരാൾ കന്യാസ്ത്രീയായി. 5 പേരെ കെട്ടിച്ചു വിടണം. കുറച്ച് സ്ഥലമുള്ളൂ, ഭൂമിയുള്ളൂ, അവിടെ കൃഷിയുണ്ട്. അതുകൊണ്ടൊന്നും ഈ 5 പെൺകുട്ടികളുടെ കല്യാണം നടക്കില്ല. അവരൊക്കെ പഠിച്ച് ചെറിയ തോതിലുള്ള ജോലികളെ കിട്ടിയിട്ടുള്ളൂ. ആരും വലിയ തോതിലുള്ള ജോലി കിട്ടുകയോ വിദേശത്ത് പോവുകയോ വലിയ ശമ്പളം വാങ്ങുകയോ ചെയ്യുന്നവരല്ല. അച്ഛന്മാർ 3 മുതിർന്ന ആൺമക്കളും വൈദികരായതുകൊണ്ട് അവരിൽ നിന്നും വരുമാനമൊന്നും ഉണ്ടാവില്ല. വൈദികരങ്ങനെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്നവരല്ല, അതിനുവേണ്ടി ജീവിക്കപ്പെടുന്നവരുമല്ല. അത് സന്യാസ വൈദികരാണെങ്കിലും ഇടവക വൈദികരാണെങ്കിലും അവർ കുടുംബത്തിൻ്റെ സാമ്പത്തിക സുഭദ്രതയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരായി തീർന്നാൽ അവരുടെ ശുശ്രൂഷ ജീവിതത്തെ അത് ബാധിക്കും. ഏതായിരുന്നാലും ആ അപ്പൻ 3 മക്കളോടും സെമിനാരിൽ ചേരാൻ പോയ അവസരത്തിൽ പറഞ്ഞത്, ഞങ്ങളെ ഓർത്ത്, ഈ പെങ്ങന്മാരെ ഓർത്ത് നിങ്ങൾക്ക് ദൈവം നൽകിയ വിളി നിങ്ങൾ ഒട്ടും തള്ളിക്കളയരുത്, നിങ്ങളതിനനുസരിച്ച് പൊക്കോ.
മൂത്തയാൾ ചേർന്നപ്പോൾ ഒരാളെങ്കിലും വീട്ടിലുണ്ടാകും, ജോലി കിട്ടി അയാളുടെ വരുമാനത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പൻ കരുതിയത്. റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ട് അയൽവക്കത്തുള്ളൊരു പറമ്പിലെ. സ്വന്തം ഭൂമിയിലെ കൃഷി അമ്മയും അപ്പനും കൂടെ ചെയ്യും. അവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഭക്ഷണപദാർത്ഥങ്ങൾ പലതും കിട്ടും. പറമ്പ് നിറച്ച് ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സ്വന്തമായി വേറെ വിളകളൊന്നുമില്ല. റബ്ബറോ നെല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വരുമാനത്തിന് അല്ലെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒന്നുമില്ല. അതുകൊണ്ട് അയൽവാസിയായ ഒരു ധനികൻ്റെ വീട്ടിൽ റബ്ബർ ടാപ്പ് ചെയ്യും. അപ്പനും അമ്മയും ആ കാര്യത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ സെമിനാരിൽ ചേർന്ന 3 മക്കളും യുവാക്കളായിരുന്ന കാലത്ത് അപ്പനമ്മയെ സഹായിക്കുമായിരുന്നു. അവർ 3 പേരും സെമിനാരിൽ ചേരുന്ന അവസരത്തിൽ 4ാമത്തെ മകള് കോൺവെൻറ്റ് ചേരാനായിട്ട് ഉദ്യമിച്ചപ്പോൾ അവൾ നേഴ്സിംഗ് പഠിച്ചതാണ്. അപ്പോൾ അവളുടെ നേഴ്സിംഗ് പഠനം വെച്ച് വിദേശത്ത് പോയി ജോലി ചെയ്താൽ വീട്ടിൽ സാമ്പത്തികമായിട്ട് ഭദ്രമാകുമെന്ന് ഒരു ചിന്ത അപ്പനും അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവൾ കുറച്ചു കാലം കേരളത്തിന് പുറത്തൊരിടത്ത് ജോലി ചെയ്തു. ഒരു 6 വർഷക്കാലം ജോലി ചെയ്ത് കിട്ടിയ പണമെല്ലാം വീട്ടിൽ കൊടുത്തിരുന്നെങ്കിലും വലിയ സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല. വിദേശത്തേക്ക് പോകാൻ വേണ്ടി, സൗദി അറേബ്യയ്ക്ക് പോകാൻ വേണ്ടി വിസയെല്ലാം റെഡിയാകുമ്പോഴാണ് എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറയുന്നു, ഞാനിപ്പോൾ ജോലിക്ക് വിദേശത്തേക്ക് പോയി എൻ്റെ കുടുംബത്തെ സഹായിക്കാനായിട്ട് ഞാൻ തീരുമാനമെടുത്തെങ്കിലും എൻ്റെ ഉള്ളിൽ ശക്തമായൊരു പ്രേരണ കിട്ടുന്നത് സന്യാസത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾ അനുവദിക്കുമെങ്കിൽ വിദേശത്തേക്ക് പോകണ്ട, അവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ പാസ്സായതാണ്, എങ്കിലും കോൺവെൻറ്റിൽ ചേർന്നോളാൻ പറഞ്ഞു. അങ്ങനെ ആ സഹോദരി കോൺവെൻറ്റിൽ ചേർന്നു. അപ്പനും അമ്മയും ഞാൻ കണ്ടു. കേരളത്തിൽ പോട്ട കൺവെൻഷൻ വന്നപ്പോൾ അവരെ ഞാൻ കണ്ടു. ഞാൻ അപ്പനോട് അമ്മയോട് ചോദിച്ചു, 3 മക്കളിൽ ഒരാളുടെ പട്ടം കഴിഞ്ഞു, 2ാമത്തെ ആൾ അടുത്ത വർഷം പട്ടമാണ്, 3ാമത്തെ ആൾ സെമിനാരിയിലാണ്. അപ്പോൾ ഈ സഹോദരി കൂടെ ഇങ്ങനെ കോൺവെൻറ്റ് ചേരുമ്പോൾ ആ മകളിലൂടെ വീട്ടിലേക്കൊരു വരുമാനം ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന നിങ്ങൾക്ക് ഇത് വല്ലാതെ മനസ്സിടിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നുണ്ടോ? ചിരിച്ചുകൊണ്ട് അപ്പൻ എന്നോട് പറഞ്ഞു, സത്യത്തിൽ വേദനയുണ്ടായിരുന്നു. ഇവൾ വിദേശത്ത് പോയി കിട്ടുന്ന ജോലി കണ്ട് അനുജത്തിമാരുടെ പഠനം പൂർത്തിയാക്കി അവരെ നല്ല നിലയ്ക്ക് കിട്ടിച്ചുവിടാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇവിടെയും കല്യാണം അപ്പോഴേക്കും നടത്തേണ്ടി വരും. പക്ഷേ ദൈവമാണ് അവളെ വിളിച്ചതെന്ന് അവൾക്ക് ബോധ്യമുണ്ട്. അച്ഛൻ അവളോടത് പറയുകയും ചെയ്തു. അച്ഛൻ കൺഫേംഡ് ആക്കി. അപ്പോൾ ഞാൻ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. വികാരിച്ചോട് പോയി പറഞ്ഞു, അവൾ വിദേശത്തേക്ക് പോകുന്നില്ല, ഇതുപോലെ കോൺവെൻറ്റിൽ ചേരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കൊച്ചുമാത്തച്ഛനും അതിനെ അംഗീകരിച്ചു. വികാരിച്ചൻ എന്ത് പറയുന്നു? അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഒരു പെൺകുട്ടിയെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തടസ്സം നിൽക്കരുത്, അവൾ പോട്ടെ എന്ന് പറഞ്ഞു. അവൾ കോൺവെൻറ്റിൽ പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിന്നെ ബാക്കിയുള്ള പെൺകുട്ടികളുണ്ടല്ലോ, ഈ 5 പേരിൽ ഒരാൾ കോൺവെൻറ്റിൽ പോയി, ഇനിയുള്ള 4 പേരുണ്ട്. ആ 4 പെൺകുട്ടികളുടെ ഭാവി ജീവിതം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല. വൈദികർ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാവുന്ന തലത്തിലേക്കൊന്നും എത്തുന്നില്ല. കാരണം അവരെല്ലാം സന്യാസഭാംഗങ്ങളാണ്. സന്യാസഭാംഗങ്ങളായിരിക്കുന്നവർ അവർക്ക് സ്വന്തമായിട്ട് പണമോ അത് വീട്ടിൽ കൊടുക്കാനായിട്ടുള്ള അനുവാദമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രമങ്ങളൊന്നും സഭയിലില്ല. ശരിയായിട്ട് ജീവിക്കുന്നവരങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന അവരെ സംബന്ധിച്ചോളം ബാക്കിയുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് ആര് സഹായിക്കും? പ്രിയപ്പെട്ടവരെ, ഈ അപ്പൻ എന്നോട് പറഞ്ഞു, പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞതാണ്. 3 വൈദികരുടെയും പൗരോഹിത്യ പട്ട സ്വീകരണമൊക്കെ കഴിഞ്ഞു, കന്യാസ്ത്രീയുടെ സഭാവസ്ത്ര സ്വീകരണമൊക്കെ കഴിഞ്ഞ് ഇളയ പെൺകുട്ടികളെല്ലാവരെയും കല്യാണം കഴിച്ചു വിട്ടു. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ വീണ്ടും കാണാൻ വന്നിട്ട് അപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ വീടിരിക്കുന്ന പറമ്പിന് മുമ്പിലൂടെ ഒരു ഹൈവേ ബൈപ്പാസ് വരുന്നു. ആ ബൈപ്പാസ് അതിലെ വന്നപ്പോഴേക്ക് എൻ്റെ പറമ്പിന് വില 20 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. എൻ്റെ ഭൂമിയുടെ പകുതിയോളം ഞാൻ വിറ്റു, വലിയൊരു സ്ഥാപനത്തിന് വേണ്ടി വിറ്റു. അപ്പോൾ ഒരു 4 വരി പാത അതിലൂടെ കടന്നു പോവുകയാണ്, ഒരു ബൈപ്പാസ്. അപ്പോൾ അവിടെ വലിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഭൂമി വേണമായിരുന്നു. അങ്ങനെ ഈ അപ്പൻ ആ ഭൂമി വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് 4 പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തു. വളരെ സുരക്ഷിതമായി അവരെ ഓരോരുത്തരെ ഏൽപ്പിച്ചു. ഒരു ഭാഗം പണം മക്കളെല്ലാം കൂടി അച്ഛന്മാരും കന്യാസ്ത്രീ മകളും ബാക്കിയുള്ള പെൺകുട്ടികൾ പറഞ്ഞിട്ട് ബാങ്കിലിട്ടു. അതിൻ്റെ പലിശ വീട്ടിലേക്ക് ഒരു വരുമാനമായിട്ട് സ്ഥിരം കിട്ടുന്നൊരവസ്ഥയിൽ വന്നു. ഇനി റബ്ബർ ടാപ്പിൽ നിന്ന് പോകണ്ട, പ്രായമായി അവർക്ക്. ഞാൻ ഈ അപ്പനെയും അമ്മയെയും ഇങ്ങനെ ആദരവോടെ ബഹുമാനത്തോടെ
സ്നേഹത്തോടെ ഞാനിങ്ങനെ നോക്കി നിന്നിട്ട് അപ്പൻ്റെയും അമ്മയുടെയും കൈ ഇങ്ങനെ ചേർത്ത് ഞാൻ പിടിച്ച് ഞാൻ അവരോട് പറഞ്ഞു, ഹെസക്കിയ രാജാവിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞ വചനം എനിക്ക് ഓർമ്മ വരുന്നു. കർത്താവിൽ വിശ്വസിച്ചു, കർത്താവിനോട് വിശ്വസ്ത പുലർത്തി, കർത്താവിനോട് ഒട്ടിനിന്നു, കർത്താവിനെ അനുഗമിച്ചു, മോശ വഴി നൽകിയ കൽപ്പനകളെല്ലാം പാലിച്ചു. ഇന്നത്തെ കാലത്ത് മക്കൾ വൈദികരാകാൻ പോകുന്നു, സന്യാസത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴേക്ക് എന്തിനു പോകണമെന്ന് പറയുന്ന മാതാപിതാക്കളുള്ള കാലം. ഇനി മക്കളെ സന്യാസ പൗരോഹിത്യ ജീവിതാന്തസ്സിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുന്നിടത്തോളം മക്കളും കുടുംബത്തിലില്ലാത്തൊരു കാലത്താണ് അപ്പൻ 3 ആൺമക്കളെ, മുതിർന്ന 3 ആൺമക്കളെ പൗരോഹിത്യത്തിലേക്ക് വിട്ടത്, മകളെ കന്യാസ്ത്രീയായിട്ട് വിട്ടത്, ആകാനായിട്ട് വിട്ടത്. ബാക്കിയുള്ളവരുടെ കാര്യം കർത്താവ് നോക്കി. ഹെസക്കിയ രാജാവിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞ പുണ്യങ്ങൾ, സുഹൃതങ്ങൾ നമ്മിൽ ഉണ്ടാകണമെന്ന് ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയിൽ വിശ്വസിക്കാനും അങ്ങയുടെ വിശ്വസ്ത പുലർത്താനും അങ്ങയോട് ഒട്ടുനിൽക്കാനും അങ്ങേ അനുഗമിക്കാനും തിരുസഭയിലൂടെ കിട്ടുന്ന ദൈവിക വെളിപാടുകളെ, കൽപ്പനകളെ, പ്രബോധനങ്ങളെ അനുസരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.